बावरा मन देखने चला एक सपना, बावरा मन देखने चला एक सपना। बावरी सी मन की देखो बावरी है बातें, बावरी सी धड़कने हैं, बावरी है बावरी सी करवटों से निंदिया दूर भागे, बावरे से नैन चाहे बावरे झरोकों से, बावरे नजारों को तकना। ഞങ്ങളെ കാക്കുന്ന ബോറോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ, വാഴ്ത്തുന്നു ഇനങ്ങൾ. ഒത്തൊരുമിച്ചെന്നും ദൂരങ്ങൾ പോകുമ്പോൾ ഉത്തമ ജീവിതം നീ തന്നെ നൽകണം, നീ തന്നെ നൽകണം. ഞങ്ങളെ കാക്കുന്ന ബോറോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ, വാഴ്ത്തുന്നു ഇനങ്ങൾ. പ്രിയപ്പെട്ട അമലയുടെയും മനുവിൻ്റെയും എൻഗേജ്മെന്റിന്റെ തലേ ദിവസം നമ്മൾ ഈ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു വിവാഹത്തിന്റെ ദിവസം എന്ന് പറയുന്നത് അതൊരു ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. കാരണം നമ്മളെപ്പോഴും ഈ വിവാഹത്തിനൊക്കെ കയറുമ്പം പാടുന്ന ഒരു പാട്ടുണ്ട്, പുതിയ കുടുംബത്തിൽ മാറ്റൊലി ഉയരുന്നു, തിരുസഭ ഒന്നായിട്ട് അവരെ ആശീർവദിക്കുന്നു എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗാനമുണ്ട്. കുടുംബ ജീവിതങ്ങളാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ സഭയിൽ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് മാത്രമാണ് എപ്പോഴും പുരോഹിതനേക്കാൾ ഉപരിയായിട്ട് പള്ളിയിൽ ചെരുപ്പിട്ട് കയറാനും അതുപോലെ ദേവാലയത്തിന് നടുക്ക് നിന്ന് പ്രാർത്ഥിക്കാനും അവസരം കിട്ടുന്നത് നവവരനും നവവധുവിനും അല്ലെങ്കിൽ കല്യാണക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. കാരണം അതത്രമാത്രം വിശിഷ്ടമാണ് ഈ ജീവിതം. അവര് തുടർന്ന് പങ്കാളികളാകാൻ പോവുക ഈശോ തമ്പുരാന്റെ ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിലാണ്. ഈശോ തമ്പുരാൻ ജനത്തിന് നൽകിയിരിക്കുന്ന വർദ്ധിച്ചു പെരുകി ഈ ഭൂമിയെ കീഴടക്കുവാൻ എന്ന് പറയുന്ന വചനത്തിലാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ അമലുവിന്റെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പം നമ്മുടെയും പ്രാർത്ഥന അതാണ്, വർദ്ധിച്ചു പെരുകി ഞങ്ങളുടെ നാടിനെ കീഴടക്കാനായിട്ട് അമലുവിന് കഴിയട്ടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. കാരണം ഞാനും അമലുവും തമ്മിലുള്ള ദൂരം ഇനി 3 കിലോമീറ്റർ മാത്രമാണ്. ഞങ്ങൾ രണ്ടും അടുത്തടുത്തുള്ള 6 അക്കരെ ഇക്കരെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇനിയും വീട് വരാനായിട്ട് അമ്മയോടും സിറിലിനോടും അറിയിക്കുകയാണ്. ഇവൾ അവിടുന്ന് കാട് വിട്ട് പുറത്തിറങ്ങിയ എന്റെ ചാത്തന്മാർ ഇവളെ അവിടെ തടയാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് പേടിക്കണ്ട, ഇവിടെ ഇടയ്ക്ക് ഇവിടെ വഴക്കുണ്ടാക്കി വരത്തില്ലെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. അതെ അതെ, ഞങ്ങളിവിടെ ഇപ്പൊ 2 കൊമ്പനാനെ, ഇതിലൂടെ ആകുമ്പോൾ ഒരു പിടിയാനെ വിടാകുമ്പോൾ എല്ലാം സെറ്റാണ്. അപ്പൊ ഒത്തിരി സന്തോഷം. നമുക്കറിയാം, നമ്മുടെ ഒരുപാട് പേരുടെ ആഗ്രഹം, ഇഷ്ടം ഒക്കെയുണ്ട് ഈ ഒരു വിവാഹത്തിന്റെ പിന്നില്. ഒത്തിരി സന്തോഷത്തോടു കൂടി ഈ ഒരു ദിവസത്തെ കാണുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ വൈദികരെ സംബന്ധിച്ചോളം ഒത്തിരി സന്തോഷമുള്ള കാര്യം തന്നെയുള്ളൂ. ഈ കല്യാണ തലേന്നുകളൊക്കെ ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് കാണുമ്പം ഒത്തിരി സന്തോഷമാണ്. കാരണം ഈ സഹോദര സ്നേഹം, അല്ലെങ്കിൽ ഇന്ന് അവിടുത്തെ കല്യാണമാണെങ്കിൽ നാളെ അവിടുത്തെ കല്യാണമാണ്, നമ്മളെല്ലാവരും അവിടെ പോകണം, അവരോട് ചേർന്ന് നിൽക്കണം എന്നുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ. ചില സമയത്ത് നമ്മളൊക്കെ വലിയ ക്രൂരന്മാരാകുമെങ്കിലും വലിയ പരദൂഷകരാകുമെങ്കിലും അതിനൊക്കെ മറന്ന് അപ്പുറത്തേക്ക് ഒരു സന്തോഷത്തോടെ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചേർന്ന് നിൽക്കും. അപ്പൊ ഈ ഒരു കൂട്ടായ്മയും കൂടിവരവും ഒക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇന്ന് ഒരുപാട് പേര് ഇവിടെ കൂടി നിൽക്കുന്നു. ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കാൻ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന എന്നും നിന്റെ കൂടെ ഉണ്ടാവും. അപ്പം നമുക്ക് ഈ മധുരം വെപ്പിലേക്ക് കടക്കാം. അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല, ഈ മധുരം വെപ്പിനെ പറ്റി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മധുരം വെക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അച്ഛൻ അതിന് ശേഷം ആദ്യത്തെ മധുരം വെപ്പ് ശുശ്രൂഷയാണ് എൻ്റെ കേട്ടോ. അപ്പൊ എനിക്കിതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഇതൊക്കെ ഈ ന്യൂജൻ ട്രെൻഡുകളിൽ കയറി വന്നത്. ഇപ്പൊ മധുരം വെച്ചിട്ടുള്ള അപ്പനമ്മമാരും ഇവിടെ ഇരിപ്പുണ്ടോ? സ്വന്തം മക്കൾക്ക് വെച്ചിട്ടുള്ള, നിങ്ങളാരും മധുരം വെച്ചിട്ടില്ലായിരിക്കും അല്ലേ? തലേ നോട്ടമായിരുന്നായിരിക്കും അല്ലേ പിറ്റേ ദിവസത്തെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങളായിട്ട് കാണാം. അപ്പൊ ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്,
ഇന്ന് ഞങ്ങൾ എല്ലാവരും നിനക്ക് മധുരം തരും. ജീവിതം എന്നും മധുരിക്കുന്നതായിട്ട് തന്നെ നീ നിലനിർത്തണം. എന്നും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മധുരങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുതരാനായിട്ട് കാണും. ആ ഒരു സന്തോഷത്തിൽ നിലനിൽക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും നിന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചിന്ത നിന്നെ ഭരിക്കട്ടെ എന്ന് ഞാൻ ഈ ദിവസം പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സന്ധ്യ ആരംഭിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ, രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ, നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ മനമകളെ, അണിഞ്ഞൊരുങ്ങ് തിരുമകളെ, ചന്തം പകർന്നിടാം. മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ, രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ, നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ നാണത്തിൽ നീ ഒഴിക്കല്ലേ, തിടുക്കത്തിൽ നടക്കല്ലേ. കലമാനോടിഷ്ടം കൂടാനൊരു ശൃംഗം വന്നാലോ, കഥ ചൊല്ലാനുണ്ടോ പിന്നീട് നെഞ്ചിൽ തീയല്ലേ.